നാട്ടിൻ നന്മകനെ പൊന്മകനെ മകനെ ഒക്കിൽ ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായി വന്ന മുതൽ കാലിപ്പക്കത്തിൽ 10 രൂപ വെച്ച മകന് ഞങ്ങളുടെ കദളിക്കാട് തങ്കപ്പനെ. 1/2 കിലോ മൈദ മാവിൽ ജീവിതത്തിൽ തൂലിക തീർക്കും. മൈദ തീർന്നു പോയാൽ തുപ്പലിൽ നക്കി ഓടിക്കും. ഇവനെ എവിടാനായെന്നും ജനം തിരക്ക്. കാലം നകത്തി വെച്ചാൽ സ്വർഗം പോലും കദളി തങ്കപ്പ കദളി തങ്കപ്പ കദളി 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 തങ്കപ്പ കദളി തങ്കപ്പ കദളി തങ്കപ്പ കദളി 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 തങ്കപ്പ. തിരുവിതാംകൂറിന്റെ തിരുമണ്ണിൽ നിന്നും ഭൂമിയെ ഹരം കൊള്ളിച്ചു ഊന്നുവടിയിൽ നിർത്തുന്ന പ്രിയ കൂട്ടുകാരൻ, ഈ നാടിന്റെ സ്നേഹസമ്പന്നൻ. മതിലിൽ വെച്ചാൽ മണ്ണരിക്കും, മണ്ണിൽ വെച്ചാൽ ചിതലരിക്കും, മടിയിൽ വെച്ചാൽ മണിയടിക്കും. നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥി കദളിക്കാട് കണ്ടംകുളത്തി ഏലാതി തങ്കപ്പൻ. നമ്മുടെ ചിഹ്നം പൊക്കൾ. പൊക്കിൾ ചിഹ്നത്തിൽ വിലയേറിയ നിങ്ങളുടെ സമ്മതിദാന അവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി കദളിക്കാട് കണ്ടംകുളത്തി ഏലാതി തങ്കപ്പനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചിഹ്നം പൊക്കിൾ. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായല്ലോടാ. ആന്നേ, മനസമാധാനമായിട്ടൊന്നും തൂറാൻ പോലും സമ്മതിക്കില്ല ഇവന്മാര്. അന്നേരത്തേനും കഴയും തൂക്കിയിട്ട് ഇറങ്ങിക്കോളും. ഇവന്മാര് വന്നിട്ട് കഷത്തി കുത്തിക്കോ, തൊടയിൽ കുത്തിക്കോ, കാലിന്റെ ഇടയിൽ കുത്തിക്കോ, ഞാനൊരു നെടുതികളെ സാമാനം തരാന്ന് പറഞ്ഞിട്ട് കുത്തി കുത്തി വിരലിൽ നിന്ന് ചോര വരുന്ന അല്ലാണ്ട് ഈ മണ്ഡലത്തിൽ ഒരു മൈര് നടക്കാൻ പോണില്ല. ഇനി ഓട്ടി ചോദിച്ചു വന്നാ തുണി പൊക്കിട്ട് ഇന്നാ ഇവിടെ കുത്തിക്കോന്ന് പറയണം. ആ മക്കളെ മറന്നില്ലല്ലോ. ആ അറിയാം. വോട്ട് ഈ ഏലാതി തങ്കപ്പനെ തന്നെ തരണേ. നമ്മുടെ ചിഹ്നം തൊടയല്ലേ, പൊക്കിൾ. എന്നെ നിങ്ങൾ ജയിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കോയം ഉണ്ടാക്കി തന്നിരിക്കും. അപ്പോ കൂട്ടുകാരോടെല്ലാം പറയണം പൊക്കിളിൽ തന്നെ കുത്തണമെന്ന്. വോട്ടുണ്ടല്ലോ അല്ലേ? ഇല്ല. അനിയനോ? ഏയ് ഇല്ല.